KR Opticals 1008 ജംഗ്ഷൻ അരൂക്കുറ്റി വടുതല. ബ്രാഞ്ചസ് സ്പെക്സ് വേൾഡ് ഒപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ കരിവേലിപ്പടി. KR Opticals നിയർ പോസ്റ്റ് ഓഫീസ് പള്ളുരുത്തി. KR Opticals കമ്പർഷൻ മുക്ക് കുമ്പളങ്ങി. കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകിയ DCC പ്രസിഡന്റിനെതിരെ കള്ളക്കേസ് എടുത്തു എന്നാരോപിച്ച് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചു. കൂത്താട്ടുകുളം നഗരസഭയിലെ അവിശ്വാസ പ്രമേയ ചർച്ചയുമായി ബന്ധപ്പെട്ട് കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകിയ DCC പ്രസിഡന്റ് മുഹമ്മദ് സിയാസിനും നേതാക്കൾക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പിന് കേസെടുത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ ജ്വാല നടത്തി. ഇടക്കൊച്ചി, കച്ചേരിപ്പടിയും പള്ളുരുത്തി മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധം DCC സെക്രട്ടറി NR ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അവിടെ ചെന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു. നിങ്ങൾ പരാതി ചെന്നിട്ട് എന്തുകൊണ്ട് അന്വേഷിക്കാൻ പോയില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ഒരു DCC പ്രസിഡന്റിനോട് സംസാരിക്കാത്ത രീതിയിൽ ഒരു സാധാരണ ഒരു ഗുണ്ടയോട് പെരുമാറുന്നത് പോലെ ആ കൂത്താട്ടുകുളത്തിലെ പോലീസ് പെരുമാറിയത്. DCC പ്രസിഡന്റ് നമുക്കറിയാം, ഈ എറണാകുളം ജില്ലയിലെ ഇത്ര കരുത്തനായ ഒരു DCC പ്രസിഡന്റ് എറണാകുളത്തിലെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. പല പ്രാവശ്യവും ഈ ഗവൺമെന്റിനെതിരെയും ഈ പോലീസിനെതിരെയും. കൗൺസിലർ അഭിലാഷ് തൊപ്പിൽ, ഷിജു ചിറ്റേപ്പള്ളി, VF ഏണസ്റ്റ്, PD സുരേഷ്, KJ റോബർട്ട്, KS ഷൈൻ, PR മിസ്വർ, AJ ജെയിംസ്, AJ സന്തോഷ്, TS യാദ്, മധു വർമ്മയിൽ, BJ ഫ്രാൻസിസ്, ഗീതാ പ്രഭാകരൻ, ഹസീന നജീബ്, A ജോസി, ജോണി പയ്യപ്പള്ളി, സേവ്യർ കമ്പന്തോടൻ, ത്രേസമ്യ ജോബ്, അബു താഹിർ എന്നിവർ പ്രസംഗിച്ചു. ഇവർക്കെതിരെ ജാമ്യമില്ലാ കുറ്റം എടുത്തുകൊണ്ട് കേസെടുത്തിരിക്കുകയാണെന്നുള്ളൊരു വസ്തുത. ഇത്തരത്തിൽ പോലീസ് നീങ്ങിക്കഴിഞ്ഞാൽ ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഇത്തരം പ്രതിഷേധ പരിപാടികൾ സാധാരണ നടക്കുവാറുണ്ട്. ഇത്തരം പോലീസുമായിട്ട് ഒരു പ്രശ്നമുണ്ട്. വാക്കുകൾ കൊണ്ടുള്ള സംസാരം മാത്രമാണ് നമ്മൾ ശ്രദ്ധിച്ചതാണ്. പക്ഷേ ഇന്ന് പോലീസ് അവർക്കെതിരെ ജാമ്യമില്ലാത്ത രീതിയിലാണ് ഇന്ന് കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.